فمن اتقى الشبهات فقد استبرأ لدينه وعرضه ألا وإن لكل ملك حمى ألا وإن حمى الله محارمه صدق رسول الله صلى الله عليه وسلم. خلي خلة الخذلان خوف الخاتمة خالل خليلا كامل الوصف من الخلخال خال. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. سعادة الدكتور عمر محمد الخطيب حفظه الله ورعاه، فضيلة الأستاذ محمود أحمد محمد علي عباس، وفضيلة الأستاذ إبراهيم عبد الرسول، أصحاب السعادة أصحاب الفضيلة، أيها الحفل الكريم، نحييكم بتحية الإسلام والمسلمين. السلام عليكم ورحمة الله. ബഹുമാനമുള്ള ഉലമാക്കൾ, സാദാത്തുക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, പ്രവർത്തകർ, സഹോദരങ്ങളെ, ഒരു സുദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. നമ്മുടെ പൂർവികന്മാരായ ആളുകൾ വഅദ് പറയുമ്പോൾ മതവിദ്യാഭ്യാസമില്ലെങ്കിൽ പരലോകം നഷ്ടപ്പെട്ടു പോകും എന്ന് മാത്രമായിരുന്നു പണ്ടൊക്കെ കൂടുതൽ പ്രസംഗിക്കാറുള്ളത്. ഇന്ന് നാം പറയേണ്ടത് മതവിദ്യ ഇവിടെ ഇല്ലെങ്കിൽ പരലോകം നഷ്ടപ്പെടുന്നതോടൊപ്പം ഭൗതിക ലോകവും നഷ്ടപ്പെടും എന്നാണ്. ഇതിന് കാരണം ഇന്ന് ലോകത്തെവിടെ നോക്കിയാലും നാം കാണുന്ന അരാജകത്വം, അധാർമികത, അക്രമം, അട്ടിമറി, ഭീകരത, ഇത് മുഴുക്കെ വിജ്ഞാനമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ ഇത് പറയുമ്പോൾ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് ധാരാളം ഭീകര സംഭവങ്ങൾ നടന്നു. നിരവധി ഉന്നതന്മാർ വധിക്കപ്പെട്ടു. മൃഗീയ സംഭവങ്ങളുണ്ടായി. ഇതെല്ലാം വിജ്ഞാനമില്ലാത്തവരാണോ ചെയ്തത്? ഒരിക്കലും അല്ല. അഭ്യസ്തവിദ്യരായ പലരുമാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നാം ഉദ്ദേശിക്കുന്നത് വിജ്ഞാനമെന്ന് പറഞ്ഞാൽ വെറും ഭൗതിക താൽപര്യങ്ങൾ പരിഗണിക്കുകയും അതിന് മനസ്സിലാക്കുകയും അതിൽ മാത്രം പുരോഗതി നൽകുകയും ചെയ്യുന്ന വിദ്യ അല്ല. അതോടൊപ്പം
ആത്മീയ ചൈതന്യം നൽകുന്ന വിദ്യയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കാണുന്ന ബോഡി, അതിൽ നിന്ന് ആത്മാവ് പോയി കഴിഞ്ഞാൽ അതിന് ഡെഡ് ബോഡി എന്ന് പറയും, മയ്യത്ത് എന്ന് പറയും. അപ്പോഴേക്കും അവന്റെ എല്ലാ കഴിവുകളും സാധാരണ നിലയുള്ളത് അവസാനിച്ചു. എന്നാൽ ഈ കാണുന്ന ബോഡിക്ക് ആവശ്യമായ വെള്ളം, വെളിച്ചം, മരുന്ന്, ഭക്ഷണം, അന്നപാനീയങ്ങളെല്ലാം കൊടുക്കുന്നതിൽ നാം വളരെ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. ഇതിലാരും പുറകോട്ട് പോയിട്ടില്ല. അതേസമയം നാം ചിന്തിക്കേണ്ടത്, ഈ കാണുന്ന ജഡത്തോടൊപ്പം നമ്മുടെ ശരീരത്തില് ആത്മാവ് ഉണ്ട്. ആ ആത്മാവിന് വെള്ളം വേണം. ആത്മാവിന് ജീവൻ വേണമെങ്കിൽ ആത്മാവിന് വെള്ളം വേണം, ആത്മാവിന് വെളിച്ചം വേണം, ആത്മാവിന് മരുന്ന് വേണം. നമ്മുടെ ആത്മാവിന് ശരീരത്തെക്കാൾ കൂടുതൽ വെള്ളവും വെളിച്ചവും ഭക്ഷണവും നൽകണം. ഇത് നൽകുന്നതിന് വേണ്ടി കൂടിയാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. വെറും ഭൗതികമായ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പ്രവർത്തിച്ചതും പ്രവർത്തിപ്പിച്ചതും. അതേസമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭൗതികമായ കാര്യങ്ങൾ അറിയില്ലെന്ന് പറയാൻ ഒരിക്കലും അവകാശമില്ല. ഇവിടുത്തെ ഭൗതികമായ മുഴുവൻ കാര്യങ്ങളും, കച്ചവടം, കൃഷി, തൊഴിൽ, വൈദ്യശാസ്ത്രം തുടങ്ങി ഇവിടെ മനുഷ്യന് അറിയുന്ന മുഴുവൻ ഭൗതികമായ കാര്യങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുമായിരുന്നു. അതറിയുന്നതോടുകൂടെ ആത്മീയമായ ചൈതന്യം നൽകുന്നതിനു വേണ്ടി 124,000 പരം വരുന്ന അംബിയ മുർസലുകൾക്ക് നേതാവായി ഖാതിമുൽ അംബിയാ, അംബിയാക്കളുടെ അവസാനത്തെ കണ്ണിയായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഇവിടെ സമാധാനം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആഭ്യന്തരമന്ത്രിമാർ ഇവിടെ ഭരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് വലിയൊരു വകുപ്പാണ്. ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ലക്ഷക്കണക്കിന് ശമ്പളങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. വലിയ വലിയ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും ഇവിടുത്തെ ഗവൺമെന്റും എല്ലാവരും ഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജാമിയ സഅദിയ പോലെ മറ്റ് മതസ്ഥാപനങ്ങൾ പോലെ ഇവിടെ മതസ്ഥാപനങ്ങളും മതവിജ്ഞാനങ്ങളും ആത്മീയ ചൈതന്യം നൽകുന്ന ചർച്ചകളും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പിനും നിലനിൽപ്പുണ്ടാവുകയില്ല. ആഭ്യന്തര വകുപ്പിന്റെ മുഴുവൻ പവറും ഇവിടെ നിലനിൽക്കുന്നത് ഇതുപോലുള്ള സ്ഥാപനങ്ങളും ഇതിൽ നിന്ന് പഠിക്കുന്ന പണ്ഡിതന്മാരും അവരുടെ ശിഷ്യന്മാരും അതേ നിലക്ക് വളരെ മുഹിബ്ബീങ്ങളായ ആയിരങ്ങൾ ഇവിടെ വന്ന് എത്ര നേരമായി നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇരിക്കാൻ പോലും സൗകര്യമില്ലാതെ എത്ര വലിയ മാന്യന്മാരായ വ്യക്തികളാണ് ഈ മൈതാനിയിൽ നിൽക്കുന്നത്. എത്ര മാന്യരാണ് ഈ മണ്ണിലിരിക്കുന്നത്. ഇതെന്തിനാണ്? ഇവിടെ യാതൊരു പ്രദർശനവും ഉണ്ടായിട്ടല്ല. മഹാന്മാരായ സാദാത്തുക്കളുടെ മുഖത്ത് നോക്കുക,
അത് ഇബാദത്താണ്. മഹാന്മാരായ ഉലമാക്കളുടെ മുഖത്ത് നോക്കുന്നത് അത് ഇബാദത്താണ്. മുതഅല്ലിമീങ്ങൾക്ക് സനദ് കൊടുക്കുമ്പോൾ, അവർക്ക് കോട്ട് കൊടുക്കുമ്പോൾ, അവർക്ക് തലപ്പാവ് കൊടുക്കുമ്പോൾ ഇതെല്ലാം കാണുകയും അതിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നത് അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ മഹത്തുക്കളുടെ അർവാഹുകൾ സമ്മേളിക്കലുണ്ട്, അവർ മീറ്റിംഗ് കൂടലുണ്ട്, അവർ ചർച്ച ചെയ്യാറുണ്ട്. അതിൽ പരിചയമുള്ളവരും തമ്മിൽ ബന്ധമുള്ളവരും അവരെല്ലാം ഒരുമിച്ച് കൂടുകയും, അങ്ങനെ ഇല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിനോട് ബന്ധമില്ലാത്തവർ, അല്ലാഹുവിന്റെ ഔലിയാക്കളോട് ബന്ധമില്ലാത്തവർ, സാലിഹീങ്ങളോട് ബന്ധമില്ലാത്തവർ, അവരൊക്കെ ഇഖ്തലഫ, അവർ വ്യത്യസ്തമായി വിട്ടുവിട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ ഇവിടെ നിലനിർത്തുന്നതിന്, നമ്മുടെ തൗഹീദ് നിലനിർത്തുന്നതിന്, നമ്മുടെ നഫ്സ് കാത്തു രക്ഷിക്കുന്നതിന്, ലോകത്തെ മുഴുവനും കാത്തു രക്ഷിക്കുന്നതിന് നമുക്ക് ശർഈയായ ഇൽമ്, ഭൗതികമായ അറിവുള്ളതോട് കൂടെ നമുക്ക് ആവശ്യമാണ്. ഭൗതികമായ അറിവിനെ സംബന്ധിച്ച് ഞമ്മളാരും ഒരിക്കലും എതിർപ്പല്ല. നിങ്ങൾക്കറിയാമല്ലോ, ജാമിഅ സഅദിയയിൽ എന്തെല്ലാം ഇൽമുകളാണ് പഠിപ്പിക്കുന്നത്, മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ എന്തെല്ലാം വകുപ്പുകളാണ് പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ കുട്ടികളെ ഡോക്ടർമാരാക്കുന്നു, എഞ്ചിനീയർമാരാക്കുന്നു, വലിയ വലിയ മാനേജ്മെന്റിന്റെ കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നു. ഭൗതികമായ കഴിവുകൾ മുഴുവനും നമ്മൾ ചെയ്യുന്നുണ്ട്, കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ ലോകത്തിന് നിലനിൽപ്പില്ല, ആഖിറത്തിലേക്ക് ഒരിക്കലും രക്ഷയും ഇല്ല എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ആത്മീയ ചൈതന്യങ്ങളും ആത്മീയ വിജ്ഞാനങ്ങളും നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇല്ലാത്തവരാണ് ലോകത്ത് ഇങ്ങനെ ചീത്തയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിന് നമ്മൾ ചുവട് കൊടുക്കണ്ട. ഒരു കൂട്ടർ എന്നും ഉണ്ടാവും, ഒരു കൂട്ടർ എന്നും എതിർക്കാനുണ്ടാവും. ഇപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാദുകൾ, അവരെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും ഏത് കാലവും ഇവിടെയുണ്ട്, അവരെ എതിർക്കുന്നവർ മറുഭാഗത്തും ഉണ്ട്. റസൂലുള്ളാഹിനെ തന്നെ എതിർത്തില്ലേ? റസൂലുള്ളാഹി കൊണ്ടുവന്ന നിയമങ്ങളെ എതിർത്തില്ലേ? റസൂലുള്ളാഹിനെ മദ്ഹ് പറയാൻ പാടില്ലെന്ന് പറയുന്നവരില്ലേ? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ രണ്ടിനെ നിഷേധിക്കുന്നവർ, അതിനെ മറച്ചുവെക്കുന്നവർ, ഖുർആനിനെ മറച്ചുവെക്കുന്നവർ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം മറച്ചുവെക്കുന്നവർ. മഹത്വം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശരീരത്തിന് മഹത്വമുണ്ട്, അവിടുത്തെ ഹൃദയത്തിന് മഹത്വമുണ്ട്, അവിടുന്ന് ഇരുന്ന സ്ഥലങ്ങൾക്ക് മഹത്വമുണ്ട്, അവിടുന്ന് തൊട്ട സ്ഥലത്തിന് മഹത്വമുണ്ട്, അവിടുന്ന് നോക്കിയ സ്ഥലത്തിന് മഹത്വമുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനോട് ഏതെല്ലാം നിലക്ക് ബന്ധപ്പെട്ടതുണ്ടോ അത് മുഴുവനും മഹത്വമുള്ളതാണ്. ആ മഹത്വത്തെ മറച്ചുവെക്കുന്ന ആളുകൾ ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ലഅനത്ത് ചെയ്യുന്നു. ലാഇനീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ മലായികത്തും അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളും അവരെല്ലാം ലഅനത്ത് ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, ആത്മീയ ചൈതന്യം നൽകുന്ന ഇൽമ്, ആത്മീയ ചൈതന്യം നൽകുന്ന അറിവ്, അത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലുള്ള ഉലമാവിനെ നാം പ്രത്യേകമായി സ്വീകരിക്കണം. അൽ ഹലാലു ബയ്യിനും വൽ ഹറാമു ബയ്യിനുൻ. ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറും മുസ്തബിഹാത്തുൻ.
അതിന്റെ ഇടയിൽ അവ്യക്തമായ കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹാ കസീറും മിനന്നാസ്, അധിക പേരും അതിനെ അറിയുകയില്ല. അതേ സമയത്ത് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റത്തി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗൽഭരായ ജബൽ പോലെയുള്ള ഉലമാക്കൾ അവരാണ് ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ് ബൽ യഅലമുഹു ബഅദുന്നാസ്, അധിക പേരതിനറിയുകയില്ല, ചിലർ അതിനെ അറിയും. ആ ചിലരാണ് അയിമ്മത്ത് അർബഅ, അവരാണ് മുജ്തഹിദുകൾ, അവരാണ് ആരിഫീങ്ങൾ, അവരാണ് ഔലിയാക്കൾ, അവരാണ് സാലിഹീങ്ങൾ. ആ സാലിഹീങ്ങളോട് ബന്ധപ്പെടുക, അവരെ മുറുകെ പിടിക്കുക. ഗീബത്ത് പറയുന്നവരെ, പരദൂഷണം പറയുന്നവരെ, എവിടെ ചെന്നാലും ചീത്ത പറയുന്നവരെ നിങ്ങൾ സഹകരിക്കരുത്. ഖല്ലി ഖല്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ കാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. അല്ലഫല്ലു എന്ന ഷാറ് ബഹുമാനപ്പെട്ട നമ്മുടെ വരെ പേരുന്നതിനും ഷുഐബ് അലം സാഹിബ് അല്ലഫല്ലു യാരുത് ഉമറുൽ ഖാഹിരി, അവരുടെ നാട്ടുകാരൻ, കായൽ പട്ടണക്കാരൻ ഉമറുൽ ഖാഹിരി തങ്ങൾ അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അലൽ ആലിആൽ അവ്വല സുതൂരി മദ്ഹൽ അവ്വല സുതൂരി ബദ്അൽ ഖാലി ഖാൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഖല്ലി ഖല്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഇദാ ജഅൽത ഖലീലൻ ഖബീഹൻ യഫൂതു ഈമാനുക വയദ്ഹബു ഈമാനുക, നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഗീബത്ത് പറയുന്നവരെ, നമീമത്ത് പറയുന്നവരെ, ഫസാദ് പറയുന്നവരെ, കള്ളം പറയുന്നവരെ നീ സഹോദരനാക്കല്ല, അവരെ നീ മിത്രമാക്കല്ല, അവരെ കൂടെ നീ നിൽക്കല്ല. അങ്ങനെ നീ നഷ്ടപ്പെട്ടു പോകും. അതേ സമയത്ത് ഖാലിൽ ഖലീലൻ കമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ, എല്ലാ ഖൽഖാലിനെ തൊട്ടും, എല്ലാ ദുശ്ചെയ്തികളെ തൊട്ടും, എല്ലാ കള്ളത്തരങ്ങളെ തൊട്ടും ഒഴിവായ പരിശുദ്ധരായ ആളുകളെ മാത്രം നീ സഹോദരനാക്കണം, അവരോട് നീ സഹവസിക്കണം, അവരോട് നീ ബന്ധപ്പെടണം എന്ന് പറഞ്ഞത് വളരെ അർത്ഥമുള്ള വാക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് നമ്മുടെ ജാമിഅ സഅദിയുടെ 42ാമത്തെ വാർഷിക സമ്മേളനം ചേരുമ്പോൾ ഇവിടെ വളരെ ബുദ്ധിമുട്ടി വന്ന മുഴുവൻ ജനങ്ങളും അങ്ങേയറ്റത്തെ ഒരു പ്രതിജ്ഞ എടുക്കണം. ഇവിടെ ലോകമൊട്ടാകെ കുലുങ്ങിയാലും ലോകത്തെന്ത് തന്നെ പറഞ്ഞു നടന്നാലും ഞങ്ങൾ പരിശുദ്ധമായ ദീനിൽ നിന്ന്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പിന്മാറുകയില്ല. ഞങ്ങളതിനെ മുറുകെ പിടിക്കും. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അതാ ചീത്ത പറഞ്ഞ എത്ര മനുഷ്യരുണ്ടായിരുന്നു. ആ സമയത്ത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. സിംഹത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സിംഹം ആരോടും ഒന്നും മിണ്ടാറില്ല, അധികമായി സംസാരിക്കാറില്ല, പക്ഷെ എപ്പോഴും പേടിയാണ്. അതേ സമയത്ത് വേറെ എപ്പോഴും കുരച്ചു നടക്കുന്ന ഒരു ജീവിയുണ്ട്, അതിനെ ആർക്കും പേടിയില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ചിന്തിക്കേണ്ടതില്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തെവിടെയും എപ്പോഴും അള്ളാഹുവിന്റെ ദീനിനെ മറച്ചുവെക്കുന്നവരും അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വങ്ങളെ മറച്ചുവെക്കുന്നവരും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നാം വളരെ സഹിഷ്ണുതയോടുകൂടെ, വളരെ സമാധാനത്തോടുകൂടെ മാത്രമാണ് നാം ജീവിക്കേണ്ടത്. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫബിമാ റഹ്മത്തും മിനല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്,
അതല്ലെങ്കിൽ അവിടുന്ന് അല്ലാഹുവിന്റെ റഹ്മത്തായ കാരണം കൊണ്ട് ലിൻതലഹും തങ്ങളവരോട് വിനയം കാണിച്ചു. വലിയ വിനയത്തോടുകൂടെയാണ് തങ്ങൾ ജനങ്ങളോട് ബന്ധപ്പെടുന്നത്. വലൗ കുന്ത ഫല്ലൻ വലീദൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക, അഥവാ തങ്ങളെങ്ങാനും ഭീകരനോ പരുത്ത സ്വഭാവമുള്ള ആളോ കടുത്ത സ്വഭാവമുള്ള ആളോ ജനങ്ങളോട് സ്നേഹം കാണിക്കാത്തവരോ ആയിരുന്നുവെങ്കിൽ ലംഫളൂ മിൻ ഹൗലിക, അവരതാ തങ്ങളെ ചുറ്റുഭാഗത്തു നിന്ന് മാറിപ്പോകുമായിരുന്നു, അഥവാ തങ്ങൾക്കൊറ്റക്കുട്ടിയെയും കിട്ടുമായിരുന്നില്ല എന്ന്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹിഷ്ണുതയും അവിടുത്തെ സൽസ്വഭാവവും അവിടുത്തെ മഹത്വവും അവിടുത്തെ വീക്ഷണവും അതാണ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചത്. അതുകൊണ്ട് മുദരിസുമാരോടും മുതഅല്ലിമീങ്ങളോടും സാധാരണക്കാരോടുമെല്ലാം നമുക്ക് പറയാനുള്ളത്, നാം നമ്മുടെ വഴിക്ക് നീങ്ങുക, നല്ല നിലക്ക് ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിനെതിരായി വരുന്ന എല്ലാ കക്ഷികളെയും നാം അവജ്ഞയോടെ തള്ളിക്കളയുക. നേരത്തെ പറഞ്ഞതുപോലെ 40 കോടി ഉറുപ്പിന്റെ പള്ളി ഉണ്ടാക്കുമെന്ന് പറയുമ്പോ ഇവിടുത്തെ ഹൈന്ദവർക്ക് യാതൊരു എതിർപ്പുമില്ല. ഇവിടുത്തെ ഒരു മതസ്ഥനും എതിർപ്പില്ല. പിന്നെ ആർക്കാണ് എതിർപ്പ്? ഏതായാലും ചെറിയ ചെറിയ കുറച്ച് കുട്ടികൾക്ക്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകോ, നിങ്ങൾ നിങ്ങളെ വഴിക്ക് നടക്കുക, ഞങ്ങൾ ഞങ്ങളെ വഴിക്കും നടക്കും, അത്രേ പറയാനുള്ളൂ. എത്ര കാലമായി, എത്ര കൊല്ലമായി നിങ്ങളിവിടെ സുന്നത്തമായിട്ട് അടിച്ചമർത്താൻ നോക്കുന്നു? ഇതുവരെ നടന്നു? ഖിയാമത്ത് നാൾ വരെ നടക്കൂല, അതൊരു സംശയം വേണ്ട. വളരെ വ്യക്തമാണ്. അല്ലാഹുവിന്റെ ദീൻ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖാലഫഹും. ഹഖ് മുറുകെ പിടിച്ചു നിൽക്കുന്ന വിഭാഗം ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിനെ എതിർക്കാനും അതിനെ തോൽപ്പിക്കാനും അതിനെ തകിടം മറിക്കാനും ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. എത്ര കാലമായി നടക്കുന്നു? നടന്നിട്ട് വല്ല പ്രയോജനവും ഉണ്ടോ? ഒരു പ്രയോജനവുമില്ല. നമ്മൾ 40 കോടി പള്ളി ഉണ്ടാക്കുന്നത് ഒരു വ്യക്തിയോട് 1000 രൂപ, അങ്ങനെ ചില ആളുകൾ ഒരു കുടുംബത്തിൻ്റെത് തന്നു, ചില ആളുകൾ ഒരു സെന്റിന്റെ വില ഭൂമിക്ക് 1,00,000 ഉറുപ്പിക വീതം തന്നു, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. മറ്റു ചിലർ ഒരു സുജൂദ് ചെയ്യാനുള്ള ഇടത്തിന് ഉള്ള സ്ഥലം 25,000 ഉറുപ്പിക തരുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അള്ളാഹ്, ഞാനൊരു അഹങ്കാരം പറയല്ല, അഹങ്കാരം പാടില്ല. 2000-ലധികം പള്ളി മർക്കസ് സഖാഫത്ത് സുന്നിയ ഇന്ത്യ രാജ്യത്ത് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ആ 2000-ലധികം പള്ളികളിൽ 30 പള്ളി കോഴിക്കോട് സിറ്റിയിൽ. പഴയ കാലത്ത്, ഞാൻ പഠിക്കുന്ന കാലത്ത്, ഒരൊറ്റ പള്ളി കോഴിക്കോട് സിറ്റിയിൽ ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഏരിയയിൽ നമുക്കുണ്ടായിരുന്നില്ല. കാര്യം നിസ്കരിക്കാൻ കഴിയില്ല. ഇന്ന് 30 പള്ളി നിർമ്മിച്ചു. ആ 30 പള്ളിയിലും ഇന്ന് ജുമാക്ക് ആളുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിട്ട് റോട്ടിൽ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സാധുക്കളോട് പിരിവെടുത്ത് എല്ലാ പാവങ്ങളോടും 1000 കഴിയുന്നവൻ 1000, ലക്ഷക്കാരൻ ലക്ഷം, എത്രയാണോ കഴിയുന്നത്. അൽഹംദുലില്ലാ, ഇപ്പോൾ 30-ാം തീയതി ആ പള്ളിക്ക് തറക്കല്ലിടാൻ ഒരുങ്ങിയെന്ന വിവരം കേട്ടപ്പോൾ തന്നെ
ഗൾഫിൽ നിന്നൊരു സഹോദരൻ ടെലിഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, അവിടുത്തെ വാട്ടർ സപ്ലൈ മുഴുവനും എന്റെ വകയാക്കണം ഉസ്താദേ, അവിടെ എടുക്കുന്ന വെള്ളം മുഴുവനും എന്റെ വകയാണ്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ വാതിൽക്കട്ടിൽ തരുന്നവര്, ചുമര് തരുന്നവര്, കല്ല് തരുന്നവര്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് മതിയായിപ്പോയി എന്നല്ല ഞാൻ പറയുന്നത്, ഇനിയും വേണം ഒരു വലിയ പള്ളി ഉണ്ടാക്കുന്നതിന്. അതേ സമയത്ത് 1.25 കോടി ഉറുപ്പിക ചെലവാക്കിയിട്ട് ചാനൽ തുടങ്ങിയിരിക്കണം, അതിനൊരു വിരോധമില്ല. ഞാൻ പറഞ്ഞു പോവുകയാണ്, വേദന കൊണ്ട് പറയാ. 1.25 കോടി കൊണ്ട് ചാനൽ തുടങ്ങിയിട്ട് അതിൽ തുള്ളിക്കളിക്കുന്നതിന് യാതൊരു കേടുമില്ല, ഒരബദ്ധവുമില്ല. അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി ഉണ്ടാക്കുമ്പോഴേക്ക് എന്തിനു മക്കളെ നിങ്ങൾ അതിനു വേണ്ടി 105 കോടിയാ? 105 കോടി, ശരിയാ, 105 കോടി. 105 കോടി, 1.25 കോടിയല്ല, 105 കോടി. അത് കൃത്യമായിക്കോട്ടെ, 105 കോടി. വിരോധമില്ല. നിങ്ങൾ നിങ്ങളെ വഴിക്ക് നീങ്ങിക്കോ, ഞങ്ങൾ ഞങ്ങളെ വഴിക്ക് നീങ്ങും. ലക്കും ദീനുക്കും വലിയ ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ ഫിത്നക്കും ഫസാദിനും കലഹത്തിനും ആരും നടക്കാതെ നമ്മുടെ സമുദായത്തിന്റെ, നാടിന്റെ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുക. ആഖിറത്തിന് വേണ്ടി പ്രത്യേകമായി പ്രവർത്തിക്കുക. അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങേയറ്റം പ്രിയം വെക്കുക. അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യുക. دعته النصارى في نبيهم واحكم بما شئت مدحا فيه واحتكمي. എന്താണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹിൽ എതിര് കവിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ, നസാറാക്കൾ വാദിച്ചതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ ഇലാഹാണ് എന്ന് വാദിക്കലാണ് അതിര് കവിഞ്ഞ വാദം. അതിന്റെ ഇപ്പുറത്ത് ഫൻസുബ് ഇലാ ദാത്തിഹി മാ ശിഅത മിൻ ശറഫി ഫൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. ഏത് മഹത്വം നീ പറഞ്ഞാലും അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തേക്ക് എത്തുന്നില്ല. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു إذا انشق معروف من الفجر ساطع ران الهدى بعد العمى فقلوبنا به موقنات أن ما قال وقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. رواه البخاري عن عبد الله بن رواحة. عبد الله بن رواحة رضي الله عنه ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചത് എന്താണ്? തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾ, പരിശുദ്ധ ഖുർആൻ ഓതുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, തതജാഫാ ജുനൂബുഹും അലൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അതിനാ സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ, ആ നിസ്കരിക്കുന്നവരുടെ നേതാവാണ്, സയ്യിദാണ്, റഈസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി തങ്ങളുടെ പ്രവർത്തനം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൽ ഹസന. അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത മുഴുവൻ പ്രവൃത്തിയിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, അവിടെ മഹബത്ത് വെച്ചുകൊണ്ട്, അവിടുത്തെ ആസാറുകളെയും അവിടുത്തെ മുഴുവൻ ബന്ധപ്പെട്ട വസ്തുക്കളെയും സ്വീകരിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ഈ ആയത്ത് എവിടെയാണ് പറഞ്ഞതെന്നറിയോ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന ആയത്തിന്റെ തൊട്ട് പുറകാണ് ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ വറസൂലഹു. അല്ലാഹുവിനെയും
അള്ളാഹുവിന്റെ റസൂലിനെയും ഈദാ ചെയ്യുന്നവർ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്തിരിക്കുന്നു, ദുനിയാവിലും ആഖിറത്തിലും ലഅനത്ത് ചെയ്തിരിക്കുന്നു. അവർക്ക് അങ്ങേയറ്റത്തെ ശക്തമായ അദാബുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ഈദാ ചെയ്യുന്ന ഒരു വാക്ക് പോലും നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ഉണ്ടാകരുത് കേട്ടോ. റസൂലുള്ളാഹിനെ ഈദാ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മഹത്വങ്ങളെ കുറക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ വാക്ക് വന്നുപോയാൽ അവിടുത്തെ ഈദാ ചെയ്യലാണ്. ഈദാ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടുകയില്ല, അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടുകയില്ല, അല്ലാഹു തആല നമ്മളെ അടുപ്പിക്കുകയില്ല. അതുകൊണ്ട് നാം എല്ലാവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് തമസ്സകൂ ബിദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനൂ ശുഹദാ അലന്നാസ്, നിങ്ങൾ മധ്യമായ നിലയിൽ ഭീകരതയും തീവ്രതയും ഇല്ല, തീവ്രവാദമില്ല, ഇർഹാബില്ല, തതറുഫില്ല. അതേ സമയത്ത് നാം ഭീരുക്കളാവരുത്, ഭീരുക്കളായി പോയിക്കൂടാ. നമുക്ക് ധീരത വേണം, നമുക്ക് ധൈര്യം വേണം. ആ ധൈര്യവും ശജാഅത്തും ഭീകരതയിലേക്ക് പ്രേരിപ്പിക്കാൻ പാടില്ല. ആ നിലക്കുള്ള ധീരതയും ശജാഅത്തും നിലനിർത്തി മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് നിലനിർത്തുകയും മറ്റ് മതസ്ഥരുമായി സൗഹാർദ്ദം പങ്കിട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക. സൗഹാർദ്ദം പങ്കിടുക എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരം നാം പകർത്തിയെടുക്കുക എന്നർത്ഥമില്ല, നമ്മുടെ സംസ്കാരം അവർ പകർത്തുക എന്നും അർത്ഥമില്ല. ഓരോ മതക്കാരും അവരുടെ സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അതേ നിലക്ക് ജീവിക്കാൻ സാധിക്കുക. അതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അങ്ങനെ മതസൗഹാർദ്ദത്തിലൂടെ, മതമൈത്രിയിലൂടെ, സൽസ്വഭാവത്തിലൂടെ, ഐക്യത്തിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിക്ക് വേണ്ടി ഐക്യപ്പെട്ടുകൊണ്ട് എല്ലാവരും ജീവിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് വളരെയധികം പ്രായം ചെന്നിട്ടും ഇവിടെ ഈ ജാമിയ സഅദിയ എന്ന അത് തന്റെ ഒരു റൂഹായി, തന്റെ ഭക്ഷണമായി പ്രവർത്തിക്കുന്ന മഹാൻ, അല്ലാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ, അവർക്ക് ഹിമ്മത്ത് നൽകുമാറാവട്ടെ. ആ ഹിമ്മത്തിന്റെ ഫലമാണ് ഈ സ്ഥാപനം നേരത്തെ അബ്ദുൽ ഖാദിർ ഹാജി തന്നതിനേക്കാൾ എത്രയോ വലുതാക്കി ധാരാളം സ്ഥലങ്ങൾ, നമ്മളിരിക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി ഇപ്പോഴും വളരെ അടിയന്തരമായി 2 ഏക്കർ സ്ഥലം കൂടി ഇതിനോട് തൊട്ടടുത്തുള്ളത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വിലക്കെടുത്തത്, അതിലേക്ക് സംഭാവന നൽകിയവരുണ്ട്. നമ്മുടെ ചെന്നൈ മൻസൂർ ഹാജി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മർക്കസ് തഖാഫത്തി സുന്നിയയിലെ കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് മാസത്തിൽ വലിയ സംഖ്യ തരുന്നു. ഇപ്പോഴും ഇവിടെ അതിന്റെ ഈ മാസത്തെ സംഖ്യ അദ്ദേഹം ഒരു കവറിലാക്കി എന്റെ കീസയിലിട്ട് തന്നു. അങ്ങനെ മാസത്തിൽ തരുന്ന ഒരുപാട് സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്ന മഹാനവറുകൾ 1,00,000 ഉറുപ്പിക നമ്മുടെ ഈ സ്വത്ത് വാങ്ങുന്നതിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. CM ഇബ്രാഹിം സാഹിബ് 10 സെന്റ് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് കാലം നമുക്ക് തണലായി എന്ന് തന്നെ ഞാൻ പറയട്ടെ. ഭൗതിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് എല്ലാ നിലക്കും ആരോടും ഇപ്പോഴും മന്ത്രി അല്ലെങ്കിലും എന്തും നെഞ്ഞുകോടുകൂടി പറഞ്ഞ് സാധിപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണ് അദ്ദേഹത്തിനുള്ളത്. അത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി കൊടുത്തിട്ടുള്ളതാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ശക്തി നൽകുമാറാകട്ടെ. അതുപോലെ PC മുഹമ്മദ് ഹാജി എപ്പോഴും ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങളുടെ ഖാദിമായി നടക്കുന്ന അദ്ദേഹം വളരെയധികം കച്ചവടങ്ങളും എല്ലാം ഉള്ളതോടുകൂടി ഉള്ളാട്ടങ്ങളെ ഖാദിമായി നടക്കും. ഹജ്ജിനൊക്കെ പോകുമ്പോൾ എപ്പോൾ നോക്കിയാലും വണ്ടി ഉന്തിയിട്ട് തങ്ങളെ കൂടെ ഇങ്ങനെ വെള്ളം എടുത്തു കൊടുത്ത് നടക്കുന്ന ആളാണ് അദ്ദേഹം. 10 സെന്റ് തന്നിട്ടുണ്ട്. പിന്നെ കോവൽ ആം ഹാജി 3 സെന്റ്. പിന്നെ ആരാണ്? മൊയ്തീൻ ഹാജി 1 സെന്റ്. ഉസ്മാൻ സാദി 1 സെന്റ്. യഹ്യ സാദി 1 സെന്റ്. ഖാലിദ് അബ്ദുൽ ഖാദിർ
ഉടുപ്പി ഒരു സേദ്, ഉമർ സാദി, ഉസ്മാൻ ജേട്ടൻ ഒരു സെന്റ്, സുലൈമാൻ സാദി, അബ്ദുസലാം ഹാജി താളിപ്പറമ്പ്, കാലിന് സുഖം അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. നാസർ പെരുമ്പട്ട ഒരു സെന്റ്, ബഹ്റൈൻ കമ്മിറ്റി കുട്ടികളുടെ വസ്ത്രത്തിന് 2 ലക്ഷം രൂപ, അബ്ദുറഹ്മാൻ കുണിയ ഒരു സെന്റ് സ്ഥലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സിദ്ദീഖ് ഹാജി മക്ക ഒരു സെന്റ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, സ്ഥാപനത്തിന് സഹായിച്ചവരുണ്ട്.